സാർ. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് മത്തി വറക്കാണ്. അപ്പൊ മത്തി വറക്കുമ്പോ സാധാരണ എല്ലാവരും നമ്മുടെ ചോറിനേക്കാട്ട് മുമ്പ് കുറച്ച് ഒരു അരമണിക്കൂർ മുമ്പൊക്കെ അങ്ങനെയല്ല സാധാരണ വറക്കാറ്. അപ്പോൾ അങ്ങനെ വറുത്ത് വെച്ചില്ല, അല്ലെങ്കിൽ കുറച്ച് നേരം മുമ്പ് നമ്മുടെ പണികൾ കഴിക്കാൻ വേണ്ടി വറുത്ത് വെച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന്റെ ചൂടാറും ചെയ്യും. അത് മാത്രമല്ല ആ ഒരു ക്രിസ്പിനെസ് ഉണ്ടായി. ചിലർക്ക് ക്രിസ്പി ആയിട്ട് വറക്കുന്നതാണ് ഇഷ്ടം, ചിലർക്ക് ഇത്തിരി ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ആ ഒരു രീതിയിൽ വറക്കുന്നതാണ് ഇഷ്ടം. അപ്പൊ കുറേ പേർക്ക് ക്രിസ്പി ആയിട്ട് ചാള വറക്കുന്നത് തന്നെയാണ് ഇഷ്ടം. അപ്പൊ നമ്മൾ കുറച്ച് നേരം മുൻപ് ഈ ചാള വറുത്താലും അല്ലെങ്കിൽ മത്തി വറുത്താലും കുറേ നേരം ക്രിസ്പി ആയിരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ മത്സ്യ ഫിഷറീസിൽ നിന്ന് മത്തി കൊണ്ടുവച്ചിട്ടുണ്ട്. മത്സ്യം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് ഒരു വീടുകളിൽ എത്തിച്ചു തരും. തൃശ്ശൂരിലെ സ്ഥാപനമാണ്. അതിന് പ്രത്യേകിച്ച് ഡെലിവറി ചാർജസ് ഒന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ നമ്മുടെ വീടുകളിൽ കൊണ്ടുവരുന്നതിനും അതുപോലെ ക്ലീൻ ചെയ്യുന്നതിനും ഒന്നും വേറെ ചാർജസ് ഒന്നും ഇല്ല. അപ്പൊ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഫോൺ നമ്പറും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു മത്തി ഫ്രൈ ഉണ്ടാക്കാൻ നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈ ആണ്. അപ്പൊ ഇതേപോലെ മത്തി മാത്രമല്ല വേറെ ഫിഷും അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. അതായത് ഇത്തിരി ഒരു ക്രിസ്പിനെസ്സിൽ ഇരിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരു രീതി നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ വീഡിയോ ഉടനായിട്ട് കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, 1 കിലോ മത്തിയാണ് ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. ഇത് ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് ഉപ്പും മഞ്ഞളും കുറച്ച് വിനീഗറും കൂടി തിരുമ്പി വെച്ചേക്കണം കേട്ടോ. അപ്പം ഇതൊന്നും കൂടി ഞാൻ കഴുകി എടുത്തിട്ട് ഇതിൽ നിന്ന് ഒരു 10 മത്തി എടുത്തിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. 10 മത്തി ഒന്ന് കഴുകി എടുത്തിട്ട് അതൊന്ന് വരഞ്ഞിട്ട് ഞാൻ വരാം കേട്ടോ. ഇപ്പം ഞാൻ കഴുകി വൃത്തിയാക്കി ഒന്ന് വരഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ മത്തിയാണിത്, നല്ല പലിഞ്ഞേനൊക്കെ ഉള്ള മത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ പലിഞ്ഞേനൊക്കെ ഞാൻ മാറ്റി എന്നിട്ട് അത് വറുത്ത് വെച്ചു. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി. ഇപ്പം എല്ലാവരുടെയും ഇഷ്ടത്തിനനുസരിച്ച് മുളക് പൊടി ആഡ് ചെയ്യാം കേട്ടോ. ഇത്തിരി സ്പൈസിനെസ് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ശരിക്കും പറയുക ഞാൻ നേരത്തെ ഉപ്പും മഞ്ഞളൊക്കെ തിരുമ്പി വെച്ചിട്ടുള്ളത് കൊണ്ട് ഉപ്പൊക്കെ കുറച്ചിൽ പിടിച്ചിട്ടുണ്ടാവും. അപ്പം സ്വല്പം മാത്രം ഉപ്പ് ഞാൻ ആഡ് ചെയ്യണുള്ളൂ കേട്ടോ. ഒന്ന് നന്നായിട്ടൊന്ന് തിരുമ്പി വെക്കാം നമുക്ക്. ഇതൊരു 5 മിനിറ്റ് എന്ന് വെച്ചാൽ നേരത്തെ ഞാൻ ഉപ്പും മഞ്ഞളൊക്കെ തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഉപ്പൊക്കെ ഇതിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. എന്നാലും മുളക് പൊടിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് ഇവിടെ വെക്കാം. ഇനി നമുക്ക് മിക്സിയിലെ ഒരു ചെറിയ കപ്പ് എടുത്തിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, ഒരു പച്ചമുളക്, 4-5 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് ചെറിയ ഉള്ളി, സ്വല്പം വിനീഗർ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പം ഞാൻ ഈ മിക്സിയിൽ ഇത് അരച്ചെടുത്തു കൊണ്ടാൽ ഇതുകൂടി ഇതിൽ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ ഈ മസാല മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. ഇനി ഈ മസാല തേച്ചിട്ടും ഒരു 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പം ഇത് ഒരു 10 മിനിറ്റോളം അതിൻ്റെ കേട്ടോ ഇരിക്കുന്നു. അപ്പോൾ എത്രയും നേരം ഇരിക്കാന്ന് വെച്ചാൽ അത്രയും നല്ലതാണ്. ഈ മസാലയൊക്കെ നന്നായി പിടിക്കും. ഇനി ഇതിൽ നമ്മൾ നമ്മുടെ ക്രിസ്പിനെസ് വരാൻ വേണ്ടി ചേർക്കുന്നത് 1 ടീസ്പൂൺ അരിപ്പൊടിയാണ്. അപ്പോൾ കോൺഫ്ലവർ ചേർത്ത് കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ നേരത്തെ ക്രിസ്പി ആകും, കുറച്ച് നേരം കഴിയുമ്പോൾ ആ ക്രിസ്പിനെസ് പോകും. അപ്പോൾ അരിപ്പൊടി കുറച്ച് ചേർത്ത് കഴിഞ്ഞാൽ അത് ഈ സമയത്ത് ചേർക്കണം കേട്ടോ. വറക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചേർക്കണം. അപ്പോൾ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കും. ഇനി നമുക്ക് ഒന്ന് തിരുമ്പിയിട്ട് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. ഇനി ഞാൻ അടുപ്പത്ത് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ ഫ്ലെയിം ഒന്ന് താത്തി വെക്കാം. മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം.
മീഡിയം ടു ഹൈ ഫ്ലെയിമിലാക്കിയത് കേട്ടോ. ഒരു വശം മുരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഈ ഭാഗം കൂടി മുരിഞ്ഞുണ്ട്. അപ്പോൾ നമുക്കെല്ലാം എടുത്ത് മാറ്റാം കേട്ടോ. ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം. അപ്പം നല്ല ഭംഗിയായിട്ട് മൊരുമൊരാന്നില മുരിഞ്ഞ മത്തിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത കാണാം, നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.